10 വയസ്സായ മകളെ കൂടെ വാപ്പ കിടന്നുറങ്ങാൻ പാടില്ല. 10 വയസ്സായ മകനും ഉമ്മയും ഒരു ബെഡിൽ ഉറങ്ങാൻ പാടില്ല. 10 വയസ്സായ മകനെയും മകളെയും ഒരു പായയിൽ ഉറക്കാൻ പാടില്ല. ജീവിതത്തിന്റെ ദുർബല നിമിഷം ആർക്കും സംഭവിക്കാം. സ്വന്തം കുടുംബത്തിൽ നിന്നും ഒരു അനാവശ്യമുണ്ടായാൽ ആ കുട്ടിക്ക് പിന്നെ എല്ലാവരോടും വെറുപ്പായി. അത് ആരാ സൂക്ഷിക്കേണ്ടത്? നമ്മൾ രക്ഷിതാക്കളാണ്. ഇത് സ്വന്തം വാപ്പന്റെ അടുത്ത് കടത്താൻ പാടില്ല. 10 വയസ്സായ മകളെ, 10 വയസ്സായ മോനെ സ്വന്തം ഉമ്മാന്റെ അടുത്ത് കടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ കുറച്ച് കൂടുതലാണോ നിങ്ങൾ കേൾക്കും? അല്ല, ഇന്നത്തെ അനുഭവങ്ങൾ അതാണ്. ഇന്നുള്ള ഓരോരുത്തരെയും കുട്ടികളൊക്കെ പതാ സ്കൂളിൽ വെച്ചിട്ട് ഇങ്ങനെ മനഃശാസ്ത്ര വിദഗ്ധർ ഇങ്ങനെ ചോദിക്കുക, 4 ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ അവരൊക്കെ എടുക്കാത്ത സ്വന്തം കുടുംബങ്ങളിൽ നിന്നാണ് ആദ്യത്തെ തിക്താനുഭവം ഉണ്ടായെന്ന്. എന്നിട്ടല്ലേ എളാപ്പന്റെയും മൂത്താപ്പന്റെയും മക്കളെയൊക്കെ ബാക്കിൽ വിടല് അല്ലെ? നോമ്പറക്കാനും കല്യാണ രാത്രി കിടക്കാനായിട്ട് സൗകര്യം ചെയ്ത് കൊടുക്കല. ഒരേ റൂമിൽ ഒരേ പായല്. പ്രായം നോക്കലില്ല, വയസ്സ് നോക്കലില്ല, ഒന്നും. വരുമ്പോൾ കരോളിന് വേഷം കെട്ടി ഇറക്കുന്ന കുറെ ചെറുപ്പക്കാരെ കാണാം. ഏതെങ്കിലും ഒരു ഉസ്താദ് മോനെ അങ്ങനെയല്ല മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അയാൾ തീവ്രവാദി, അയാൾ താലിബാനി, അയാൾ അല്ലെങ്കിൽ മതമൗലികവാദി. ചാനലുകൾ ഇങ്ങനെ മത്സരിക്കുകയാണത് പറയാൻ. മുസ്ലിം സഹോദരങ്ങൾ, ചെറുപ്പക്കാർ മനസ്സിലാക്കുക, നമുക്ക് പരസ്പരം ഹൃദയങ്ങൾ പങ്കിടാം. അതിനൊരു പ്രയാസമില്ല. അതിന് അവരുടെ പള്ളിപ്പെരുന്നാളിലേക്ക് ചെന്ന് കയറാം, അവരുടെ ക്രിസ്മസ് നമ്മൾ ഹൈജാക്ക് ചെയ്യുക, അവരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏതു മതാകട്ടെ അവരുടെ പള്ളിപ്പെരുന്നാളുകളും ഉത്സവങ്ങളും ഒക്കെ നമ്മൾ ഏറ്റെടുത്തപ്പോ നമ്മൾ നടത്തുക. അവര് വിശ്വസിക്കുകയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തുകയും ചെയ്യുന്ന ഇടയിലേക്ക് നമ്മൾ അതിന്റെ ഇടയിലേക്ക് ഇടച്ചു കയറിയാൽ അവർക്ക് എത്ര പ്രയാസം ഉണ്ടാവും. അവര് മാന്യത ഉള്ളതുകൊണ്ട് പറയാത്തതാണ് മാറി നിൽക്കാൻ. നമുക്ക് സൗഹാർദ്ദം വേണം, മനുഷ്യർ ചേർത്തു പിടിക്കണം, പരസ്പരം പുണരണം. പക്ഷേ അത് മതങ്ങളുടെ ആചാരങ്ങളെ കടമെടുത്തുകൊണ്ടും ഹൈജാക്ക് ചെയ്തുകൊണ്ടുമല്ല. മതസൗഹാർദ്ദം എന്ന് പറയുന്നത് മനുഷ്യർ തമ്മിലുള്ള നഷ്ടപ്പെടുത്തിയിട്ട് ദുനിയാവ് സമ്പാദിക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വലിയ മുസീബത്താണ്. റിയാഉം ഉജ്ബും കടന്നു വരുന്ന എത്രയോ കാര്യങ്ങൾ, ഏത് കാര്യങ്ങളും കാണുമ്പോ ദീനിന്റെ വിഷയമാണ്. പക്ഷേ നീയത്ത് കൊണ്ട് അത് ദുനിയാവിന്റെ കാര്യമായി മാറിപ്പോകുന്നു. ഭൗതികമായ ലക്ഷ്യങ്ങൾ മാത്രം. ഇത് ദുനിയാവ് ലക്ഷ്യം വെച്ചാൽ ദുനിയാവ് അല്ലാഹു തരും, ആഖിറത്തിൽ വട്ടപൂജമായിരിക്കും. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് ഉറൂസിന് വരുമ്പോഴും വഅദിന് വരുമ്പോഴും നിസ്കാരത്തിന് വരുമ്പോഴും ഹജ്ജിന് പോകുമ്പോഴും ഉംറക്ക് പോകുമ്പോഴും ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി മാത്രമാകണം നമ്മുടെ നിയ്യത്ത്. പടച്ച റബ്ബാണ് എനിക്ക് ആഫിയത്ത് തന്നത്, അല്ലാഹുവാണ് എനിക്ക് ആരോഗ്യവും തൗഫീഖും തരുന്നത്, ആ റബ്ബിന്റെ പൊരുത്തം മാത്രമേ ഞാൻ ലക്ഷ്യം വെക്കുന്നുള്ളൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം ഓരോ കാര്യത്തിനും ഇറങ്ങാൻ. എന്നാലേ ഒരു വിശ്വാസിക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ കുറെ കാട്ടിക്കൂട്ടൽ ചെയ്തിട്ട് കുറെ കർമ്മങ്ങൾ അങ്ങനെ ചെയ്തു കൂട്ടിയിട്ട് ആർക്കോ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആഖിറത്തിൽ കൈകടിക്കുക.